ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയി എന്നൊരാൾ പറയുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ നല്ല ഫ്ലുവൻ്റ് ആണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നോ ഡിലേ, യു ആർ സ്പീക്കിംഗ് ഫാസ്റ്റ്. ഈ ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരാൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ തിരുതിരുതിരുതിരാ ഇങ്ങനെ പറയുന്നതല്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ, വാട്ട് ഡിഡ് യു ഹാവ് യെസ്റ്റർഡേ, സോ യെസ്റ്റർഡേ ഐ വാസ് വിത്ത് മൈ ഫ്രണ്ട് ആൻഡ് ഐ വാസ് ഹാവിങ്, ഇങ്ങനെ പടപടപടാ സ്പീഡിൽ പറയുന്നതല്ല ഫ്ലുവൻസി എന്ന് പറയുന്നത്. ഒരു ചോദ്യം ചോദിച്ചു, അത് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു സമയം, അത് ഒരു ഡിലേ, മനസ്സിലായി? ആ ഡിലേ പാടില്ല. രണ്ടാമത് പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് ലോങ് ഗ്യാപ്പ് രണ്ടാമത്തെ വാക്കിന് വരാൻ പാടില്ല. ഇതാണ് ഇവിടെ ഡിലേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിലേ എന്താണ്? ഡിലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഡിലേ ഇൻ സ്റ്റാർട്ടിങ് ദ റിപ്ലൈ, ഒന്ന്. നോ നോട്ടീസബിൾ ഡിലേ ഇൻ ബിറ്റ്വീൻ വേർഡ്സ്. നോ ഡിലേ ഇൻ സ്റ്റാർട്ടിങ് ദ റിപ്ലൈ, നോ നോട്ടീസബിൾ ഡിലേ ഇൻ ബിറ്റ്വീൻ വേർഡ്സ്. രണ്ട് വാക്കുകളുടെ ഇടയിൽ ഒരു ഡിലേ വരാൻ പാടില്ല. അല്ലെങ്കിൽ ഗ്യാപ്പ് ഫില്ലേഴ്സ് വരാൻ പാടില്ല. ഗ്യാപ്പ് ഫില്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഗ്യാപ്പ് ഫില്ലർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ വാക്കുകൾ കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഒന്നുകിൽ എന്നൊരു സൗണ്ട് ഉണ്ടാക്കും, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് റിപ്പീറ്റ് ചെയ്യുന്ന കുറച്ച് വാക്കുകളുണ്ട്. ആക്ച്വലി, അല്ലെങ്കിൽ ഐ മീൻ, യു നോ, ഒരുപാട് ഈ റിപ്പീറ്റേറ്റീവ് വേർഡ്സ് ഇട്ടതിന് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഗ്യാപ്പ് ഫില്ലേഴ്സ്.